ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല കുറച്ച് പ്ലാന്റ്സിൻ്റെ ഒരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇത്തവണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പ്ലാന്റ്സ് മാത്രം നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് തീർന്നു പോകും. ഇത് നമ്മുടെ ബാറ്റ് പ്ലാന്റ് ആണ്. ബാറ്റ് പ്ലാന്റിൻ്റെ ഇത്രയും സൈസുള്ള പ്ലാന്റ് നമ്മൾ ഇതിനു മുമ്പ് സെയിലിന് ഇട്ടിട്ടില്ല. അത്യാവശ്യം വലിയ സൈസുള്ള പ്ലാന്റ് ആണ് ഇത്. ഇപ്പോൾ അധികം വൈകാണ്ട് തന്നെ ഫ്ലവറിങ് ആവാൻ പറ്റിയൊരു സൈസാണ് കേട്ടോ. പ്ലാന്റ് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു 3-4 പ്ലാന്റ്സ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആവശ്യക്കാരെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോഴും ഒരുപാട് പേര് ആവശ്യമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇനിയുള്ള കാലാവസ്ഥയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റ് പ്ലാന്റിനൊക്കെ നല്ല പറ്റിയ ക്ലൈമറ്റാണ്. അപ്പോൾ പെട്ടെന്ന് ഫ്ലവറൊക്കെ ഇട്ടോളും. അടുത്ത് നമ്മളുടെ സ്നോ റോസ് ആണ്. സ്നോ റോസ് നമ്മുടെ ഇതുപോലെ നല്ല അത്യാവശ്യം നല്ല ലീവ്സൊക്കെ ഉള്ള ആ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ വെരിഗേഷൻസ് പോലെയൊക്കെ ആ ലൈൻസൊക്കെ ഉള്ള നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന സ്നോ റോസിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. സ്നോ റോസിൻ്റെ നമ്മൾ ഈ കാണിക്കുന്ന സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ. ഏകദേശം അപ്രോക്സിമേറ്റ് സൈസ് ഓഫ് പ്ലാന്റ്സ് തന്നെയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതിനകത്ത്. അത്യാവശ്യം നമുക്കിനിയിപ്പോൾ വീട്ടിൽ കട്ടിങ് വെക്കാനായാലും ഇതുപോലെ തിങ്ങി നിറഞ്ഞ് ഒരു പോട്ട് നിറച്ച് വരാൻ പറ്റിയ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ. കറക്റ്റ് ഹൈറ്റും സൈസൊക്കെ ഇതിനകത്ത് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയായിരിക്കും അപ്രോക്സിമേറ്റ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത്. നമ്മൾ നല്ല തണലത്ത് വെച്ചേക്കുമായിരുന്നു. തണലത്ത് വെച്ചുകൊണ്ടാണ് ഇതിന് ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത്. ആ ഒരു വൈറ്റ് ലൈൻസൊക്കെ കൂടുതൽ വന്ന് അങ്ങനെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഇതിനകത്ത്. നല്ല ഭംഗിയുള്ള വെള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാകും. സ്നോ റോസ് നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അങ്ങനെ നിൽക്കുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാ കേട്ടോ. അപ്പം എല്ലാവരും ഇത് കട്ടിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പിടിച്ച് കിട്ടണമെന്നില്ല കേട്ടോ. കുറച്ച് അത്യാവശ്യം കെയറും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ്. നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച് ഈ ഒരു ഭംഗി നിലനിർത്താൻ നമ്മൾ കുറച്ചുകൂടി നല്ലോണം നോക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ആവശ്യത്തിന് തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മളുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഈ ഗ്രാസ് ഇതിനു മുമ്പ് നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന സൈസ് പ്ലാന്റും കാണിക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് പ്ലാന്റും ഇതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വെറും 10 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ലോൺ ഏരിയ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനൊക്കെ നൈസായിരിക്കും കേട്ടോ. ഇനി കുറേ വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലോൺ ഏരിയ ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കണത്. പെട്ടെന്ന് നമുക്കിത് പിടിച്ച് കിട്ടും. ഒരുപാട് തൈകൾ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയോളൂ കേട്ടോ. അങ്ങനെ ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്കോർഡ് ചെയ്യണ ഈ സമയത്ത് എനിക്ക് ഈ പ്ലാന്റിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഇനി ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഇതിൻ്റെ പേര് ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്തേക്കാം. ഈ പ്ലാന്റിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ തന്നെ ഫ്ലവർ ആവാനുള്ള സൈസുള്ള പ്ലാന്റ്സൊക്കെയാണ് എല്ലാവരും. ചിലതിൽ ഫ്ലവർ ഇട്ടിട്ടുണ്ട്, ചിലത് മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ ആയിരിക്കും കേട്ടോ തരുന്നത്. കറക്റ്റ് ഇതേ സൈസ് പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ചിലതിൽ നല്ലോണം പൂ വന്ന് കഴിഞ്ഞ പ്ലാന്റാണ് കേട്ടോ. പേരിനി അറിയാവുന്നവരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. അത്യാവശ്യം നല്ല ഷെയ്ഡിലൊക്കെ വയ്ക്കുകയാണ്. അത്യാവശ്യം തണലൊക്കെ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂവാണ്, നല്ല റെഡ് കളറായിട്ട്. ഈ ഫ്ലവർ ഞാൻ കണ്ടിട്ടുണ്ട്, കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ നിറച്ചിങ്ങനെ കണ്ടിട്ടുള്ള പ്ലാന്റാണ്. പക്ഷേ എൻ്റെ പേരെന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ആവശ്യമുള്ളവരെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉള്ളൊരു പ്ലാന്റാണിത്. അടുത്തത് നമ്മൾ കഴിഞ്ഞ തവണ ഒരു പെപ്പറോമി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പെരിക്കേര ടൈപ്പാണ് കേട്ടോ ഈ ഒരു പെപ്പറോമിയ. ഇതും ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പെപ്പറോമിയ എല്ലാവർക്കും അറിയാം, നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാനൊക്കെ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. നമുക്കിത് ലീഫ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ലീഫ് കുത്തി അധികം വൈകാതെ തന്നെ അതിന് വേരും വരും. അത് പെട്ടെന്ന് തന്നെ നമുക്ക് തൈ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒരു ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നല്ലൊരു പ്ലാന്റാണ് ഈ പ്ലാന്റ്. ഇത്തവണ അത്യാവശ്യം പ്ലാന്റ്സ് സെയിലുണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ അത്യാവശ്യം ഒരു തണലത്തൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ശരിക്കും ഫുൾ പിങ്കായിട്ടൊക്കെ ലേസ് വരും. ഇതിനു മുമ്പ് നമ്മൾ ഷോർട്സ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. പിങ്ക് പ്രിൻസസിനേക്കാളും ഭംഗി തോന്നിക്കും നമുക്ക് ഈ പൂവിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെത്തിപ്പൂ പോലെ തന്നെയൊക്കെ ഇരിക്കുന്ന ഫ്ലവറാണ്. അതും വെരിഗേറ്റഡ് ഫ്ലവറാണ് കേട്ടോ.
ഒരു പിങ്കിൽ മെറൂൺ കളറിലെ ഒരു വെരിഗേഷൻസ് പോലെയൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. അപ്പോൾ 10 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അടുത്തത് സക്കുലൻ വെറൈറ്റി പ്ലാന്റാണ്. അപ്പം ഈ പ്ലാന്റ് ഇപ്പം നമ്മളുടെ കയ്യിൽ ആവശ്യത്തിന് പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ളൊരു സക്കുലൻ വെറൈറ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ, നല്ല രസമായിട്ട് നിൽക്കും. അടുത്തത് നമ്മളുടെ ഈ ഒരു പർപ്പിൾ പൊട്ടറ്റോ വൈനാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. നല്ല രസമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ ടവർ കയറ്റാനും അതുപോലെ ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാനൊക്കെ നല്ലൊരു പ്ലാന്റാണ്. പ്ലാന്റിൻ്റെ സൈസും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ 15 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തത് നമ്മളുടെ പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടറിൻ്റെ ഏകദേശം ഈ ഒരു സൈസ് പ്ലാന്റ്സൊക്കെ അവൈലബിൾ ആണ്. ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ചിലർക്ക് ഇഷ്ടമുള്ളവരും ഉണ്ട്. ആ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പ്ലാന്റ്സ് ഉണ്ട്. 15 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് എപ്പീഷ്യ വെറൈറ്റീസാണ്. നമ്മൾ നോർമലി ഇടാറുള്ള എപ്പീഷ്യാസ് ഇതൊക്കെയാണ് കേട്ടോ. ഇത് 25 രൂപയുടെയും 15 രൂപയുടെയൊക്കെ എപ്പീഷ്യസാണ്. ആ ഒരു തണലത്ത് വെച്ചതിൻ്റെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഭംഗിക്കൊക്കെ എപ്പീഷ്യ പ്ലാന്റ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ പുതിയ എപ്പീഷ്യ പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് കാണിച്ചു തരാനായിട്ടൊരു ഡിഫറൻസ്, ഇത് നമ്മൾ തണലത്ത് വെച്ചേക്കുകയാണ്. ഇതിൻ്റെ വെയിലത്ത് വയ്ക്കുമ്പോൾ മാത്രമല്ല, പഴയ ലീവ്സും പുതിയ ലീവ്സ് നമ്മൾ ആ തണലത്ത് വെച്ചുകൊണ്ട് ആ ഒരു പിങ്ക് ഷെയ്ഡ് കയറി വന്ന ലീവ്സ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ചിലർ പറയാറുണ്ട് അത് ഭംഗി കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കാണിച്ചു തന്നാണ്. നമ്മൾ നല്ല ഷെയ്ഡിൽ വെച്ചേക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഒരു പിങ്ക് ഫ്ലവറുള്ള എപ്പീഷ്യയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഏകദേശം ഇതേ സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പിങ്ക് ഫ്ലവറിൽ എപ്പീഷ്യ. നമ്മുടെ കയ്യിലുള്ളൊരു ബ്രോൺസ് കളർ പോലൊരു എപ്പീഷ്യ ഉണ്ട്. ആ എപ്പീഷ്യ ഇതായിട്ട് എല്ലാവർക്കും ഡിഫറൻസ് വരരുത് കേട്ടോ. ഇതൊരു ഗ്രീൻ ലൈൻ വരുന്നതാണ്. ഇതും ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലെയൊക്കെ എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. അതല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു ബ്രോൺസ് പോലത്തെ തോന്നുന്ന, അതായത് അതിൻ്റെ വെയിൻസ് ഒരു പിങ്ക് അല്ലെങ്കിൽ പർപ്പിൾ ഷെയ്ഡിൽ വരുന്നൊരു എപ്പീഷ്യ ഉണ്ട്. അതിൻ്റെ ഫ്ലവർ റെഡ് ഫ്ലവർ മാത്രമല്ല കേട്ടോ, അതിനകത്ത് റെഡിൽ വൈറ്റ് വെരിഗേഷൻസ് വരുന്നുണ്ട്. അതൊരു പൂവിൽ വരുന്നതല്ല, എല്ലാ പൂവും അങ്ങനെ തന്നെയാണ്. അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. എല്ലാ പൂവും നല്ല ഭംഗിയുള്ളത് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഫ്ലവറൊക്കെ ഉള്ളൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ ഒരു എപ്പീഷ്യ ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് കിട്ടി, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന അത്യാവശ്യം തൈയായിട്ടുള്ള എപ്പീഷ്യയാണിത്. വെരിഗേറ്റഡ് ആയിട്ടുള്ള റെഡ് ആൻഡ് യെല്ലോ ഫ്ലവറുള്ള ഈ ഒരു ബ്രൗൺ എപ്പീഷ്യ. അതിൻ്റെ തന്നെ ഈ ഒരു പിങ്ക് കളർ ഫ്ലവറുള്ള എപ്പീഷ്യ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സും ഏകദേശം നമ്മൾ നേരത്തെ കാണിച്ച സൈസിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. കാരണം എപ്പീഷ്യ പ്ലാന്റ്സ് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പ്ലാന്റ്സാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫിലോഡൻഡ്രോൺ മൈക്കൻസ് ആണ്. ഫിലോഡൻഡ്രോൺ മൈക്കൻസിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒരു 15 രൂപയ്ക്കുണ്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ചെറിയ ബോട്ടിൽ നമ്മൾ വെക്കുന്നത് കൊണ്ടാണ് ഇത് ചെറിയ ലീഫായിട്ടിരിക്കുന്നത്. നമ്മൾ അത്യാവശ്യം വലിയ ബോട്ടിലേക്കോ നിലത്തേക്കോ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ ഉള്ളൊരു ലീവ്സ് പോലെ അത് വലുതായിക്കോളും. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല പ്ലാൻസായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തൊരു സെയിൽ വീഡിയോ ഇടും കേട്ടോ. താങ്ക് യു.